ഇനി അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം? അത് ഇങ്ങനെ ഈ ഒരു ചോദ്യം ബേസിക്കായിട്ട് വരുന്നത് പരീക്ഷ അടുക്കാറാവുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് ഒരു മാസമൊക്കെ സമയമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏകദേശം പോർഷൻസ് ഒക്കെ കവേർഡ് ആയിട്ടിരിക്കുന്ന സെറ്റായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോകുന്ന കുട്ടികൾ. നെറ്റ് ആയാലും നീറ്റ് ആയാലും whatever. വേറെ കാറ്റഗറി വന്ന് റിപ്പീറ്റേഴ്സ് ബാച്ചാണ്. റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി എങ്ങനെ പഠിക്കണം? അതായത് അവർക്ക് ഏകദേശം എല്ലാം ഒരു പ്രാവശ്യമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ എന്നാൽ കംപ്ലീറ്റ്ലി തീർന്നോന്ന് വെച്ചാൽ തീർന്നിട്ടില്ല. എക്സാം അടുക്കാറാകുമ്പോഴത്തേക്കിനും ഒരു ടെൻഷൻ വരുന്നു. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം, ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദ്യത്തിന് നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുന്നത്, കാരണം ചിലത് പ്രോബ്ലമാറ്റിക് പേപ്പേഴ്സ് ആയിരിക്കും, ചിലത് തിയററ്റിക്കൽ പേപ്പേഴ്സ് ആയിരിക്കും, ചിലത് ഇതിൻ്റെ മിക്സ്ഡ് ആയിരിക്കും, അനാലിറ്റിക്കൽ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു പേപ്പർ എടുക്കുമ്പോൾ അതിൽ നല്ല ടഫായിട്ടുള്ള ഒരു ഏരിയ കാണും, ഒന്നുകിൽ ആവറേജ് ടഫായിട്ടുള്ള ഏരിയ കാണും. ദാറ്റ് ഈസ് ആവറേജ് രീതിയിൽ, അതായത് ടഫും അല്ല ഈസി അല്ല, പിന്നെ നല്ല ഈസി ആയിട്ടുള്ള പോർഷനും കാണും. അപ്പോൾ നമ്മളിതിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒരു ദിവസം എടുക്കുന്ന പോർഷൻ എപ്പോഴും ഇതിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കാൻ നോക്കണം. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ രണ്ട് കാറ്റഗറി എടുക്കുന്നുള്ളൂ, അതായത് ടഫ് കാറ്റഗറി ആൻഡ് ഈസി കാറ്റഗറി. അങ്ങനെ വരുന്ന സബ്ജക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടഫ് കാറ്റഗറി ആൻഡ് ഈസി കാറ്റഗറി വരുമ്പോൾ ഒരു ദിവസം ഒരു 70% ടഫും 30% ഈസി പോർഷൻസ് വരുന്ന രീതിയിൽ ആ ഒരു മിക്സ്ചറിൽ വേണം എവറി ഡേ ഓരോ ദിവസത്തെയും പോർഷൻസ് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 70% എന്ന് പറയുന്ന ആ ടഫ് എന്നുള്ള ആ പോർഷൻസ് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും, അല്ലേ? പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ റിവൈസ് തീർക്കാനായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഇത് എപ്പോഴാണ് പഠിക്കേണ്ടത്? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏർലി മോർണിംഗ് സ്ട്രാറ്റജി. ഏർലി മോർണിംഗിൽ ഈ ടഫ് പോർഷൻസ് ഒക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലല്ല കുറച്ചും കൂടി സമയം ലാഭിച്ചുകൊണ്ട് നമുക്ക് ആ പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏർലി മോർണിംഗ് കൊണ്ട് മാത്രം ഈ ടഫ് പോർഷൻ തീരാൻ പോകുന്നില്ല, അത് ആ ഡേ ഫുൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ആ ഒരു പോർഷൻ്റെ സെലക്ട് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ഒരു ഈവനിങ് ഒരു 6 PM ഒക്കെ ആകുമ്പോഴത്തേക്കിനും ടഫ് പോർഷൻസ് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും കണ്ടൻറ്റ് ആ ഒരു ദിവസം എടുക്കുക. ബാക്കി ഒരു 6 PM ശേഷം നമ്മൾ നോക്കുന്നത് ഈസി ആയിട്ടുള്ള പോർഷൻ ആയിരിക്കണം. നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഓരോ സബ്ജക്റ്റിനനുസരിച്ച് അത് തിയററ്റിക്കൽ ആണെങ്കിൽ അങ്ങനെ ചിലത് ചെയ്ത് നോക്കണം, പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അതിനായിട്ടുള്ള സമയം എടുക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ 70% ടഫ് എന്നുള്ളത് വെരി ഏർലി മോർണിംഗ് ടു നമ്മൾ ഈ 6 PM വരെ പോകുന്ന രീതിയിൽ ചെയ്യുക. പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ഗുഡ് സ്ലീപ്പ് ഹൈജീൻ സോ ദാറ്റ് യു കെൻ ഗെറ്റ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്. 4:35 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്യുക. നല്ലപോലെ രാത്രി ഉറങ്ങിയാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. ഇനി വേറൊരു രീതിയിൽ പോർഷൻ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 60% ടഫ്, 20% മോഡറേറ്റ്ലി ടഫ് ആൻഡ് 20% ഈസി. ഈ ഒരു ഫോർമാറ്റിലും ഡെയിലി നമുക്ക് പോർഷൻസ് മിക്സ് ചെയ്തെടുക്കാം. അതായത് 60% ടഫ് അഗൈൻ വിൽ ഗോ ഫോർ ഏർലി മോർണിംഗ് സെഷനിൽ നിന്ന് ഒരു 3-4 PM 5 PM വരെ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് അത്രയും കവറപ്പ് ചെയ്യുന്ന കണ്ടൻറ്റ് മാത്രമേ ആ ദിവസം എടുക്കാവുള്ളൂ. 60% ടഫ്, അത് കഴിഞ്ഞിട്ട് ഒരു 20% മോഡറേറ്റ്ലി ടഫ് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഈസി, ദെൻ ഒരു നെക്സ്റ്റ് 20% വെരി ഈസി. അപ്പോൾ ഈ ഈസി എടുക്കുന്നതിൻ്റെ ഉള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡപ്പും കൂടിയാണ്. കാരണം നമുക്കത് ഈസിയാണ്, ചിലപ്പോൾ ആ പോർഷൻ നോക്കേണ്ട ആവശ്യം പോലും കാണത്തില്ല. ബട്ട് സ്റ്റിൽ വി പുട്ട് ദാറ്റ് ഈസി പോർഷൻ ഓൾസോ ഇൻ എവറി ഡേയ്സ് കാറ്റഗറി ബിക്കോസ് ദാറ്റ് ബിൽഡ്സ് അപ്പ് അവർ കോൺഫിഡൻസ്. പിന്നെ അതും കൂടെ പഠിച്ചു എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് കയറുമ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ്ചറായിട്ട് ഇടുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, നമ്മൾ ഈ ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ, പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു ചോദ്യം. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ ചിരി വരും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക്. പക്ഷേ ഇത് സ്ഥിരം ഡീൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നാറുള്ളത്. അപ്പോൾ അവർ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അതേമാതിരി ഇരിക്കുന്ന പൊസിഷൻ്റെ ഈ വേറെ ഇതൊന്നും അല്ല പറയുന്നത്.
നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പൊസിഷനിൽ നമ്മുടെ വ്യൂ പോയിന്റിൽ ഒരു കാര്യം മാത്രം കണ്ടുകൊണ്ടിരുന്ന് പഠിക്കുമ്പോൾ മനസ്സിന് മുഷിപ്പാണ്, മടുപ്പാണ്. എല്ലാ ദിവസവും മാസങ്ങളോളം വർഷങ്ങളോളം ഒരേ ഇരിപ്പിൽ ഒരേ വ്യൂ പോയിന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് മൊത്തത്തിലൊരു മടുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് ഇങ്ങോട്ട് പറയാം, അപ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അതിനൊരു ഇതുണ്ട്. ആ കുട്ടി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഹോസ്റ്റലിൽ എവിടെ ഇരുന്നാണ് സാധാരണ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞിരുന്ന കാര്യമാണത്. അതായത് രാവിലെ ഞാൻ ഒരു ഏർലി മോർണിംഗ് അല്ല, രാവിലെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരുന്നു പഠിക്കുന്നത്. ഉച്ചയാകുമ്പം വെയിൽ വരുന്നത് കൊണ്ട് ഞാൻ തണുപ്പ് കിട്ടുന്ന എൻ്റെ മുറി തന്നെ വേറൊരു സ്ഥലമുണ്ട്. ഈവനിങ് ആകുമ്പോൾ ഞാൻ കോറിഡോറിൽ ഇറങ്ങി നടന്ന് പഠിക്കും. പിന്നെ അവിടെ ഗാർഡനൊക്കെ ഉണ്ട്, ഗാർഡൻ ഏരിയയിൽ ഇറങ്ങി നടന്ന് പഠിക്കാറുണ്ട്. ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ എഗെയിൻ ഞാൻ മുറിയിൽ വരുമെങ്കിലും മോർണിംഗിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഞാൻ ഇരിക്കാറില്ല, വേറൊരു ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതാണ് കറക്റ്റ്, അത് കറക്റ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആണ്. കാരണം നമ്മൾ ഒരേ ഇരിപ്പിൽ ഒരേ ഭിത്തി നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ജനലിൽ തന്നെ ഒരേ വ്യൂ പുറത്തേക്ക് കാണുന്നു എന്നൊക്കെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മടുപ്പ് വരും. ലൊക്കേഷൻ മാറി ഒക്കെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മടുപ്പിന് കുറച്ച് കിട്ടും, കുറച്ചിൽ നല്ലോണം ആ മടുപ്പ് കുറഞ്ഞു കിട്ടും. എപ്പോഴും നമ്മൾ പ്രകൃതിയെ ഒന്ന് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോഴാണെങ്കിൽ നമ്മളൊന്ന് ഗാർഡനിൽ പോയി ഒന്ന് വെള്ളം ഒഴിക്കുക, ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ നോക്കി ആസ്വദിക്കുക, കിളികളുടെ ശബ്ദം കേൾക്കുക, വെള്ളം ഒഴുകുന്ന ശബ്ദം, ഇതിനൊക്കെ നമുക്ക് ഭയങ്കര റെജുവിനേഷനാണ്. അതുപോലത്തെ ഒരു റെജുവിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇരിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളത് ക്ലൈമറ്റ് അനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പ്ലസ് നമ്മളൊരു മോർണിംഗ് ഇരിക്കുന്ന ഒരു പൊസിഷൻ മാറ്റി, ഇപ്പം ഒരു മുറിയിൽ തന്നെ നമുക്ക് പല സ്ഥലത്തോട്ടും മാറി ഡയറക്ഷനിലൊക്കെ ഇരുന്ന് നോക്കാം. അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചെയ്യുക. ചിലർക്ക് പുറത്തിറങ്ങി നടന്ന് പഠിക്കാം, ചിലർ ടെറസിൽ പോയി നടന്ന് പഠിക്കും, ചിലർ വീട്ടിനകത്ത് 2-3 മുറിയുണ്ട്, അവിടെ മാറി ഇരുന്ന് പഠിച്ച് നോക്കാറുണ്ട്. സോ അത് നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറി പൊസിഷൻ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഇങ്ങനെ റിപ്പീറ്റൊക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഇരിപ്പിരുന്ന് അവരുടെ ആ ഹെൽത്തൊക്കെ അവർ വളരെയധികം ത്യാഗം ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എണീറ്റ് നടക്കുന്നത് പോലും അതിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നടന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്ന് പഠിച്ച് നോക്കുക. സോ ഡിഫറെൻറ്റ് പ്ലേസസ് ഓൾസോ യു ക്യാൻ ട്രൈ ഔട്ട് ഇൻ ദ ഹൗസ് ഓർ ഇൻ ദ ഹോസ്റ്റൽ ഫോർ എ ബെറ്റർ ഗ്രാസ്പിംഗ്. കുട്ടികൾ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ തലേന്ന് ഞാൻ എന്താണ് മാഡം പഠിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ എല്ലാം പഠിച്ച് തീർത്തിട്ട് തലേന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം. ആ ഒരു പരിപാടി നമ്മുടെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കേസസിൽ പലപ്പോഴും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇട്ടു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ പരീക്ഷയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിനി ഒരുപാട് ആവലാത്തിപ്പെട്ടുകൊണ്ട് ഈ ലാസ്റ്റ് 24 hours അല്ലെങ്കിൽ ലാസ്റ്റ് 48 hours മാക്സിമം ഞാൻ കുത്തിക്കയറ്റാം. മാക്സിമം എന്നുള്ള വാക്കാണ് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. നമുക്ക് നോക്കാം, കുറച്ചൊക്കെ നോക്കി ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യമേ തന്നെ നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ടോളറൻസ് ഇട്ട് വേണം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. അതായത് നമ്മളൊരു എക്സാക്റ്റ് ഒരു ഡേറ്റിൽ ഇന്നതെല്ലാം തീരും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഇട്ടാലും, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസ് വരാം, പല കാര്യങ്ങൾ കൊണ്ട് ഇന്ന് വിചാരിച്ച പോർഷൻ ഇന്ന് തീരണം എന്നില്ല, ചിലപ്പോൾ 2 ദിവസം എക്സ്ട്രാ എടുത്തു എന്ന് വരാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടോളറൻസ് ലെവൽസ് ഇട്ടുകൊണ്ട് വേണം നമ്മളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ആ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് നമുക്ക് തീർക്കാൻ കുറച്ച് പോർഷൻസൊക്കെ കാണും. ആ പോർഷൻസ് നാച്ചുറലായിട്ട് രീതിയിൽ നോക്കുക. പരീക്ഷ എടുത്താലും പറ്റുമെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഇമ്പോർട്ടൻ്റ് എന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും ഇമ്പോർട്ടൻറ്റ് ഫോമുലയും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കും. പറ്റുന്ന രീതിയിൽ നിന്ന് മറിച്ച് നോക്കുന്നതല്ലാതെ ഓവർ ആങ്ഷ്യസ് ആയിക്കൊണ്ട് നമ്മൾ ആ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയാമോ? നമുക്കുള്ളത് കൂടെ നമ്മൾ മറന്നു പോകും. നമ്മൾ ഈ ഓവർ ആങ്സൈറ്റി, ഞാനിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ആങ്സൈറ്റി കർവ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യനും മിനിമം ആങ്സൈറ്റി ആവശ്യമാണ്. മിനിമം ആങ്സൈറ്റി എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രൊഡക്ടിവിറ്റി പ്രൊപ്പോർഷണൽ ടു ആങ്സൈറ്റി ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അതിനൊരു പീക്ക് ഓപ്റ്റിമം ലെവലുണ്ട്. ആ ഓപ്റ്റിമം ലെവൽ ഓഫ് ആങ്സൈറ്റി ഇൻ ദ എക്സ് ആക്സിസ്
മീറ്റ്സ് ദി ഓപ്റ്റിമം ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ വൈ ആക്സിസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാണ് നമ്മുടെ ആങ്സൈറ്റി പോകുന്നതെങ്കിൽ നമുക്ക് കാണാം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ട് താഴോട്ട് പോകും. അതായത് നമ്മുടെ ആങ്സൈറ്റി കൂടുന്തോറും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ പോകുന്ന റേഞ്ചിലേക്ക് അങ്ങ് എത്തിപ്പെടും. അങ്ങനൊന്നും നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ആങ്ഷ്യസ് ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറയത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചല്ലോ, പഠിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഒരു കുട്ടിയും ഒരു പരീക്ഷയും ഞാൻ തോക്കണം എന്ന് വിചാരിച്ച് എഴുതാൻ പോവാറില്ല. ഞാൻ ജയിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് എല്ലാ കുട്ടികളും എല്ലാ പരീക്ഷകളും എഴുതുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ എഫേർട്ട് നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന രീതിയിൽ നമ്മൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളിനി ലാസ്റ്റ് മൊമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ തന്നെ എക്സ്ട്രാ നമ്മൾ അന്ന് രാത്രി ഉറങ്ങാതെ ഇരുന്ന് കുറച്ച് എക്സ്ട്രാ നോക്കിക്കളയാം, അങ്ങനെയൊക്കെയുള്ള അപ്രോച്ചസ് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. നോർമൽ സ്ലീപ്പ് ഹൈജീൻ തന്നെ പാലിക്കുക. ഓവർ ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല, ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യവുമില്ല. പരീക്ഷയുടെ അന്ന് പോയെന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ പാസ്സായില്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റീസ് പാടില്ല. അതൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പേരൻസിൻ്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വായിച്ചിട്ട് പോയി എഴുതിയാൽ മതി. അതിനപ്പുറത്തേക്കല്ലേ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് നല്ലതായിട്ട് വരും തന്നെ വിചാരിക്കുക. എൻ്റെയും ഓൾ ദി ബെസ്റ്റ് for all the children, all the students who are going to write the exams. Okay, bye.